കഴിക്കുന്നതിനാ. പാവം, അപ്പൊ നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ? കഴിച്ചതാ 5 കുല പഴവും 10 തണ്ണിമത്തനും. പിന്നെയും വിശന്നു. എനിക്ക് വിശപ്പുണ്ട്, വാ. കയ്യിലാണെ 10 പൈസ ഇല്ല വല്ലതും വാങ്ങി കഴിക്കാൻ. 10 പൈസക്ക് എന്ത് കിട്ടാനാ? കുറച്ച് മാങ്ങ വീണ് കിടപ്പുണ്ട്. മാങ്ങയെങ്കിൽ മാങ്ങ. ഇത് മുഴുവൻ അണ്ണാൻ കടിച്ചതാ. നോ പ്രോബ്ലം, ഞാൻ കഴിക്കാൻ പോവാ. അയ്യേ, നിങ്ങൾ ഈ കാക്കയും അണ്ണാനും കഴിച്ച ബാക്കിയാണോ കഴിക്കുന്നേ? വിശപ്പ് കൊണ്ടാ ചേട്ടാ. ഓ അത് ശരി, എന്നാ എന്റെ കൂടെ വാ. പച്ചമാങ്ങ പച്ചമാങ്ങ പഴുത്തു പഴുത്തൊരു പച്ചമാങ്ങ. ഏത് ഹോട്ടലിലേക്കാണാവോ? അല്ലേലും ജിഞ്ചക്കൻ ചേട്ടൻ നല്ലവനാ. അത് നേരാ. പച്ചമാങ്ങ പച്ചമാങ്ങ പഴുത്തു പഴുത്തൊരു പച്ചമാങ്ങ. അയ്യേ, മാങ്ങ. മുഴുവൻ കഴിച്ചോ കഴിച്ചോ. ഇതൊന്നും അണ്ണാൻ കടിച്ചതല്ല, എന്റെ മോൻ ഗുണ്ടാപ്പി കടിച്ചതാ. കുഞ്ഞാ കുഞ്ഞാ, ഒന്ന് എണീക്കടാ കുഞ്ഞാ. വിശക്കുന്നു, വല്ലതും കഴിക്കണം. എന്നും എഴുന്നേറ്റാൽ അരമണിക്കൂർ ഭയങ്കര വിശപ്പാ. എന്നാ അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റാൽ പോരെ? കളിക്കാൻ പോയാലോ? ഈ മഴയത്ത് എന്ത് കളിക്കാനാ? വഞ്ചി ഉണ്ടാക്കി കളിച്ചാലോ? അത് കൊള്ളാം. വേഗം വാ, കളിച്ചു വന്നിട്ടേ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനുള്ളതാ. ഈ പെരുമഴയത്തോ? അതിനൊരു കുട ചൂടിയാ പോരെ? എന്താണിത്? അറിയില്ല സിംബ. അയ്യോ, എന്തോ അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. നല്ല പടം. വാ, ഒരു ചായ കഴിക്കാം. അയ്യേ, ഇതിനകത്ത് ഒരു ഈച്ച ചത്ത് കിടപ്പുണ്ട്. അയ്യോ, ഈച്ചകൾക്ക് നീന്തൽ അറിയില്ല, അതാ ചത്തത്. വേറെ ചായ കൊണ്ടുവാ. ഈച്ചയുണ്ടേ, പിടിക്കാൻ വല വിരിക്ക്. അത് ശരിയാ കുഞ്ഞാ. എങ്ങനെയാ വല ഉണ്ടാകുന്നത്? വല മുഴുവൻ ദ്വാരങ്ങളല്ലേ, നിരവധി ദ്വാരങ്ങൾ കൂട്ടിച്ചേർത്ത വലയുണ്ടാകുന്നത്. ഇവിടെ പുകവലി പാടില്ലെന്ന്. അല്ലേലും എവിടെയും പുകവലി പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. വേറെ ചായ. താങ്ക് യു. ഇത് കൊള്ളാം. ഒരു അപേക്ഷയുണ്ട്. നേരത്തെ മുതലാളി പറഞ്ഞിട്ട് കുളിക്കുന്നതിനിടെ വന്ന് ചായ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് അത് ചായ എന്നൊരു സോപ്പ് കഷ്ണം കിട്ടിയാ തരണം, അതെന്റെതാ.
അങ്ങനെ സ്കൂൾ അടച്ചു. ഇനി 2 മാസം അവധിക്കാലം. 2 മാസം വല്ല ജോലിക്കും പോയി 4 കാശുണ്ടാക്കാം. അത് ശരിയാ. കരടി വൈദ്യര് ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്, പോയാലോ? ജോലിക്ക് ആൾക്കാരെ വേണം. 2 മാസത്തേക്കാ എനിക്കും വേണ്ടത്. എന്റെ ഈ നടുവൊന്ന് ശരിയാവുന്നത് വരെ മതി. നടുവിന് എന്തു പറ്റി വൈദ്യരെ? ഹോ, അതൊന്നും പറയണ്ട. നീരിറക്കമാ. എന്നാ ഒരു വൈദ്യരെ കാണിച്ചൂടെ? ഹാ, കാണിക്കണം. കഷായം ഉണ്ടാക്കലും ലേഹ്യം ഉണ്ടാക്കലും കൊണ്ട് പോവാൻ സമയം വേണ്ടേ? മഞ്ചാടി കാട്ടിലൊരു കുരങ്ങ് വൈദ്യരുണ്ട്, ആള് കേമനാന്നാ കേട്ടെ. എന്നിട്ട് വേണം നടുവേദന തലവേദനയാവാൻ. അവനിവിടെ മുൻപ് മരുന്നിടിക്കാൻ നിന്നവനാ. നിങ്ങൾ വിശ്വസ്തരാണോന്ന് എനിക്കൊന്നറിയണം. വില പിടിച്ച പല മരുന്നും ഉള്ളതാ ഇവിടെ. കുറുന്തോട്ടിയും കാഞ്ഞിരത്തിന്റെ വേരും കൊണ്ടുപോയി ഞങ്ങൾ എന്തു ചെയ്യാനാ വൈദ്യരെ? ശരിയാ, വല്ല കരിമ്പുവാണേൽ വൈദ്യര് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് വെക്കാം. ആ, അതൊക്കെ പോട്ടെ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അന്യന്റെ പറമ്പിൽ നിന്ന് മാങ്ങ മോഷിച്ച നല്ലതാണോ? മാങ്ങ കഴിച്ചു നോക്കാതെ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റില്ല. രാവിലെ 9 മണിക്ക് ജോലിക്ക് വരണം. 10 മുതൽ 12 വരെ ചായ സമയമാ. ഇഷ്ടമുള്ളപ്പോ കുടിക്കാം. 1 മുതൽ 2 വരെ ഊൺ സമയം. പിന്നെ 3 മുതൽ 4 വരെ ചായക്കുള്ള സമയവും. ഈ സമയത്ത് എപ്പോ വേണേലും നിങ്ങൾക്ക് കഴിക്കാം. വൈദ്യരെ, അപ്പോ ജോലി ചെയ്യേണ്ട സമയം എപ്പോഴാ? അടുത്ത ആഴ്ച കുറുനരിക്കുന്നിലെ കലാമേളയ്ക്ക് എന്റെ പാട്ടുണ്ട്. നീ വരണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. കൂടെ പോയിട്ടുള്ള പ്രോത്സാഹത്തിനൊന്നും ഞാനില്ലേ, എനിക്ക് എന്റെ തടിയാ പ്രധാനം. നീ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. ഞാൻ പാടാം. അയ്യോ, ഇത് ഏത് പാട്ട്? പാട്ടല്ലടാ, എന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടു. അയ്യോ. നീ കരയാതെ വൈദ്യരെ കാണാൻ വാ. അയ്യോ അയ്യോ, എന്റെ കാലേ. ഒച്ചയുണ്ടാക്കാതെ പോടോ. മിണ്ടരുത്, മോൻ പഠിക്കുക. ശബ്ദമുണ്ടാകല്ലേ, മോൻ ഉറങ്ങുക. അയ്യോ, എന്റെ കാലേ. കരയരുത്, ശബ്ദമുണ്ടാക്കരുത്. നിന്നെ ഞാൻ ഇനി നിന്നാ പ്രശ്നമാ, മുങ്ങാം. എന്റെ അമ്മ. ചേട്ടാ, ചേട്ടന്റെ മോനും പഠിക്കുമായിരിക്കും. ഏയ് അതല്ല, എനിക്ക് നാളെ SSLC എക്സാമാ. കുഞ്ഞാ, അവിടെ എന്താ ഒരു ആൾക്കൂട്ടം? എന്തു പറ്റി? ഒരാൾ കിണറ്റിൽ വീണു. ആരാ വീണത്? അതറിയില്ല. ആദ്യം ശബ്ദം കേട്ടത് ഞാനാ. ഓ, ഭയങ്കര ആഴം, താഴെ ഇരുട്ടാ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാതെ വീണയാളെ രക്ഷിക്കാൻ നോക്ക്. അതിനിവിടെ കിണറ്റിലിറങ്ങാൻ ആരാ ഉള്ളത്? ആ, കരടി ചേട്ടന് കിണറ്റിലിറങ്ങാൻ അറിയാം. എന്നാ കരടി ചേട്ടനെ വിളിച്ചോണ്ട് വാ. അതിനെനിക്ക് കരടി ചേട്ടന്റെ വീട് അറിയില്ല. ആ ചായക്കടയുടെ അടുത്തെവിടെയോ ആണ്. കൃത്യമായി വിക്രുവിനറിയാം. അത് ആ ചായക്കടയുടെ അടുത്തുള്ള പാലം വഴി പോയിട്ട് ആ മുത്തശ്ശി മാവിന്റെ അടുത്തെവിടെയോ ആണ്. അവിടുന്ന് എനിക്കറിയില്ല. മുത്തശ്ശി മാവിന്റെ അടുത്തുള്ള മൂന്നാമത്തെ വീടോ? മുത്തശ്ശി മാവിന്റെ അടുത്തുള്ള മൂന്നാമത്തെ വീടോ? കരടിച്ചേട്ടനോ? അതേടാ, ഞാനാ കിണറ്റിൽ വീണത്.